ഹായ് ഹലോ വെൽക്കം ടു മൈ മിനി വ്ളോഗ്. സോ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ പയ്യെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. എന്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ട്രിവാൻഡ്രത്താണ് കേട്ടോ വന്നത്. അപ്പോൾ ട്രെയിനിൽ വന്ന് അതൊന്നും ഷൂട്ട് ചെയ്തില്ല. വീട്ടിൽ വന്നപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്നാ എനർജി കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ട്. മീനു ലക്ഷ്മി ഉണ്ട്, ദേവു ഉണ്ട്, ആൽബി ഉണ്ട്, പിന്നെ തനി മലയാളി ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ മെയിൻ എടുത്ത് പറയാനുള്ള ദേവുവും ആൽബിയാണ്. അവരെൻ്റെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണാറുണ്ട്. പ്രത്യേകിച്ച് ദേവുവിൻ്റെ വീഡിയോസ് ആണെങ്കിൽ ഭയങ്കര ഒരു എനർജിയാണ് അത് കാണുമ്പോൾ. ഞാൻ 2 പേജും ടാഗ് ചെയ്തേക്കാം. എന്തായാലും എൻ്റെ വീട് വർക്കലയാണ്. അപ്പോൾ ഞാൻ വന്നുടനെ ട്രെയിനിൽ വന്നപ്പോൾ തന്നെ ഒരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എണ്ണയൊക്കെ തേച്ച് നല്ല വിശപ്പായതുകൊണ്ട് അമ്മയോട് പറഞ്ഞ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ എന്നിട്ട് എൻ്റെ വിശപ്പ് മാറാത്തതുകൊണ്ട് ഇതാ ബ്രെഡും മയനൈസും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് തൊട്ടും തലോടിയൊക്കെ ഞാൻ കഴിച്ചു. എന്താണെന്നറിയില്ല, സ്വന്തം വീട്ടിൽ വരുമ്പോൾ എന്തോ ഭയങ്കര വിശപ്പാണ്. ഇന്ന് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ട്രിവാൻഡ്രം ലുലു മാളിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. 3 എടുത്തപ്പം തന്നെ ഒരു കിലോ കഴിഞ്ഞായിരുന്നു. ഇത് വൈറ്റായിരുന്നു. അത് ഏത് കളറാണെന്നുള്ളത് അറിയാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് 1 കഴിച്ചപ്പോൾ വൈറ്റായിരുന്നു. അപ്പം ബാക്കി 2 വൈറ്റായിരുന്നു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരുന്നു. ഒരു ഭാഗം ഞാൻ കഴിച്ചു, ബാക്കി ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. അതിൻ്റെ റേറ്റിങ്സ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. 2 or 3 എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും കട്ട് ചെയ്ത് അമ്മയ്ക്കൊക്കെ കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാനായിട്ട് പോകും. കുളിയൊക്കെ പാസ്സാക്കി നേരെ റൂമിലോട്ടൊക്കെ വന്ന് ഫ്രഷായി മുടിയൊക്കെ ചീകി എൻ്റെ മോയ്സ്ചറൈസേഴ്സൊക്കെ ഇട്ടു. പിന്നെ അമ്മ വിളക്ക് കത്തിച്ചു. ഞാൻ അവിടെ പോയി തൊഴുതു. പിന്നെ അച്ഛൻ ഷോപ്പിലോട്ട് പോയി. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കിടന്നു. രാത്രി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം ഞാൻ മറന്നുപോയി പെട്ടെന്നായിട്ട്.